ഉടൽ വിട്ട് ഉടൽ മാറാൻ പഠിച്ചു, മടങ്ങി വരാൻ പഠിച്ചില്ല. അഭിമന്യുവിന് പറ്റിയതുപോലെ ഉടലിന്റെ പത്മവ്യൂഹത്തിൽ കുടുങ്ങി. മായാബന്ധറിൽ ജയദേവ് ഉടലെന്ന മായയെക്കുറിച്ചും സമയമെന്ന മിഥ്യയെക്കുറിച്ചുമാണ് പറയുന്നത്. ഭാഷയുടെ മാന്ത്രികത കൊണ്ട് ആകർഷിച്ച് മറ്റൊരു ഭൂമിയിലോ വേറൊരു നക്ഷത്ര സമൂഹത്തിലോ മഹാവിസ്ഫോടനത്തിന് ശേഷമുള്ള അജ്ഞാതമായ ഏതോ സമയസൂചിയിലോ എഴുത്തുകാരൻ നമ്മെ നിക്ഷേപിച്ചു കളയും. അതുകൊണ്ട് ജയദേവനെ വായിക്കുമ്പോൾ കൃത്യതയുള്ള ഒരു GPS കയ്യിലുണ്ടാവണം, പ്രകാശവേഗത്തിൽ സഞ്ചരിക്കാനാവണം, ദൂരകാലങ്ങളെ തോൽപ്പിക്കുന്ന പുതിയൊരു ഉടൽ വാങ്ങിയണിയണം. മേതിൽ രാധാകൃഷ്ണൻ കാട്ടുന്ന ഭാഷയുടെ ധാർഷ്ട്യം അതിലൊട്ടും കുറയാതെ മായാബന്ധറിലെ ഉടൽ വിൽക്കുന്ന കടകളിൽ പ്രദർശനത്തിന് വിൽക്കുന്നു ജയദേവ്. വായിക്കുന്നെങ്കിൽ വായിക്ക് എന്നാണ് തൻ്റെ ഇടം. ഇതൊന്ന് കേട്ടു നോക്കുക. ഞാനിപ്പോൾ ഭൈമി എന്ന നർത്തകിയുടെ ഉടലിലാണ്. നമ്മളിരുവരും ഉടൽ വിട്ട് ഉടൽ മാറ്റം പഠിച്ചത് ഒരേ കാലത്തായിരുന്നു. എപ്പോഴേ നമ്മളിരുവരും പരസ്പരം ഉടൽ വിട്ട് ഉടൽ മാറിയിരുന്നു. പരിശീലനം പൂർത്തിയാക്കുന്നതിനുള്ള പരീക്ഷാ സമയത്തായിരുന്നു അത്. എന്നാൽ പരീക്ഷ കഴിഞ്ഞിട്ടും നമുക്ക് തിരിച്ച് നമ്മുടെ ഉടലുകളിലേക്ക് മാറാൻ കഴിഞ്ഞിരുന്നില്ല. ആ പരീക്ഷയിൽ നമ്മളിരുവരും തോറ്റുപോയിരുന്നു. അതായത് ഉടൽ വിട്ട് ഉടൽ മാറാൻ പഠിച്ചു, മടങ്ങി വരാൻ പഠിച്ചില്ല. അഭിമന്യുവിന് പറ്റിയതുപോലെ ഉടലിന്റെ പത്മവ്യൂഹത്തിൽ കുടുങ്ങി. വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ജയദേവ് നടത്തുന്ന ഭാഷയുടെ മായാജാല പരീക്ഷയിൽ നമ്മളും തോറ്റുപോകും. തിരിച്ചു വരാൻ വഴിയറിയാതെ പാടുപെടും. അജ്ഞാതമായ വിദൂര സ്ഥലികളിൽ വിട്ടുപോയെന്നിരിക്കും. ജാഗ്രത, ആ എഴുത്ത് മായാബന്ധറാണ്. സ്വപ്നങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്കുള്ള ഉത്തേജക മരുന്ന്.